അബൂബക്കർക്ക് അന്ന് ഇറച്ചിയൊക്കെ വാങ്ങി നല്ല സന്തോഷത്തിലാണല്ലോ. ബ്രസീൽ പുറത്തു പോയാ അതിന്റെ സന്തോഷാ. കുറച്ച് ഇറച്ചിയൊക്കെ വാങ്ങി. കാരണം ഇറച്ചിയൊക്കെ മാംസമാണല്ലോ കുറച്ച്. കാരണം ഇന്നിപ്പോ ബ്രസീൽ ഞാൻ ആദ്യം പറഞ്ഞതാണ് ഉറുഗ് ശക്തരാണെന്ന്. എന്നാലും ബ്രസീലിന് നമ്മൾ എഴുതിത്തള്ളാം. ബ്രസീൽ നല്ല പ്രതിരോധിച്ചു കേട്ടോ. ഉറുഗനെ ടൈബേക്കറിലെ പിടിച്ച് നിർത്തിന് ബ്രസീലിന്റെ ഡിഫൻസ്. പക്ഷെ വിനീസസ് ഇല്ലല്ലോ, ഫോർവേഡില്ല. എന്നാലും ഉറുഗ് ശക്തരാണെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം. പക്ഷെ ബ്രസീലും നല്ല പിടിച്ച് കെട്ടീന് ഉറുഗനെ. പക്ഷെ ടൈം ബേക്കർ ബ്രസീലിന്റെ കിക്കൊന്നും പുറത്തേക്ക് പോയില്ല. പക്ഷെ എന്താ അറിയില്ല, കിക്ക് ഒരു ശരിക്ക് കിട്ടിയില്ല. അതേമാതിരി ആലീസൻ പറഞ്ഞ പിന്നെ ബ്രസീലിന്റെ ഗോളി തടുക്കുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു, അത് തടക്കാൻ കഴിഞ്ഞില്ല. എന്നാലും നമുക്കിപ്പോ ഒരിച്ച സങ്കടം എനിക്കുള്ളൂ. കാരണം ഫൈനലിൽ കിട്ടിയില്ല. ഞാൻ ആദ്യം പറഞ്ഞതാണ്. എന്താ ബ്രസീൽ ഫാൻസാരോട് പറയാനുള്ളത്? പറഞ്ഞത് എന്താ അറിയോ, ബ്രസീലിന് കൂടെ ഞാൻ. കാരണം എന്താ പറയുക, ബ്രസീലും അർജന്റീന ഫൈനലിൽ കളിക്കുമ്പോൾ ലോകത്തൊരു ആവേശം. അവരുടെ കഴിഞ്ഞ പ്രാവശ്യം എഡേഴ്സിന്റെ ഗോളുടെ മരിയ കൊയ്റ്റ്. എന്നാലും കൂട്ടിയിട്ട് ആ മത്സരം ലോക ജനങ്ങൾക്ക് ഫുട്ബോളിൽ ആവേശം അന്നത്തെ ഫൈനൽ. പക്ഷെ അർജന്റീന മിക്കവാറും ഒരു പിന്നെ ഫൈനലിലേക്ക് പ്രവേശിക്കും. അപ്പൊ ഒരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ കൊളംബിയ ഉറുഗനെ മറികടന്ന് ബ്രസീൽ വരണ്ടീനി. ഇനിയിപ്പം ഇതിന്റെ സാധ്യത ഞാൻ കാണുന്നത് ഇപ്പോ കൊളംബിയനെ ഉറുഗ്വ ബീത്തുന്നാണ്. ഈ ഫോമിലാണെങ്കിൽ. അപ്പൊ അങ്ങനെ അർജന്റീന ഉറുഗ്വ ഫൈനലിൽ കളിക്കുകയാണെങ്കിൽ കടുത്ത പോരാട്ടം ഉണ്ടാവും. ആ പോരാട്ടത്തിൽ നമ്മൾ ചാമ്പ്യന്മാരാവുന്നതാണ് നമ്മളെ പ്രതീക്ഷ. പക്ഷെ ബ്രസീൽ വരാത്ത ഞാൻ എനിക്ക് വീണ്ടും ആവർത്തിക്കുന്നു, വളരെയധികം സങ്കടം പോയി. ആ സങ്കടമുണ്ട്, അതുകൊണ്ടാണ് ഇറച്ചി വാങ്ങിയത്. ആ സങ്കടമുണ്ട്, രണ്ടുണ്ട്. സങ്കടമാണ് മെയിൻ. കാരണം എന്താ പറയുക, നമ്മൾ കിട്ടില്ല ഫൈനലിൽ. അതൊരു സങ്കടമുണ്ട്. നമ്മളെ മത്സരം ഫൈനലിൽ ഞാരായാലും നമ്മൾ നേരിടും. എന്നാ ശരി.